നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിൻ്റെ കന്നി ബജറ്റ് കഴിഞ്ഞ ദിവസം നടന്നു. പക്ഷെ കേരളത്തിന് വൻ നിരാശയായിരുന്നു ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടായത്. കേരളത്തിന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയിലൂടെ കേരളം പ്രതീക്ഷിച്ച എയിംസ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലും പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. എയിംസ് അടഞ്ഞ അധ്യായമേ അല്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. എയിംസ് കേരളത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും എപ്പോഴെന്നതാണ് പ്രശ്നം. താൻ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ല, ചുമതല ഏറ്റതേയുള്ളൂ, കുറച്ച് സാവകാശം വേണ്ടിവരുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതിനു മുൻപ് ആശുപത്രി സ്ഥാപിക്കേണ്ട വ്യക്തമായ സ്ഥലനിർദ്ദേശം വരണം. 5 വർഷത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വേണ്ട നീക്കം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി മെട്രോ അടക്കം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല, പരമാവധി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡൽഹിയിൽ നിന്ന് ഫോണിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. മാത്രമല്ല, കേരളത്തിലെ എംപിമാരെ അദ്ദേഹം വിമർശിച്ചു. കേരളത്തിലെ എംപിമാർ നടത്തുന്നത് രാഷ്ട്രീയ പ്രതികരണമാണെന്നും ഒന്നും കിട്ടിയില്ലേ, പേരില്ല എന്നാണ് അവരുടെ പരാതിയെന്നും കേരളത്തിന്റെ ബജറ്റ് അല്ലല്ലോ അവതരിപ്പിച്ചത്, അഭ്യസ്ത വിദ്യരായ 4.1 കോടി യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്താനുള്ളതാണ് ഒരു പദ്ധതി എന്ന ഒരു വിശദീകരണവും സുരേഷ് ഗോപി നൽകിയിരിക്കുകയാണ്. ഇത് നമുക്ക് വലിയ നേട്ടമാകുമെന്നും കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതകൾ എന്നിവരെ പരിഗണിക്കുന്ന പദ്ധതികൾ വേറെയും ബജറ്റിൽ ഉണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. മോദി സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തിനോട് അവഗണനയില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ യുവാക്കളില്ലേ, യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ, കേരളത്തിൽ ഫിഷറീസും സ്ത്രീകളും ഇല്ലേ എന്നും സുരേഷ് ഗോപി നിർണായകമായ ചോദ്യം ഉന്നയിച്ചു. സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ 150 ഏക്കർ സ്ഥലം മതിയാകില്ല എന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. കേരളത്തിന് കേന്ദ്രമന്ത്രിമാർ മാത്രമേ ഉള്ളൂവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനും സുരേഷ് ഗോപി മറുപടി നൽകിയിരിക്കുകയാണ്. അവർ അങ്ങനെ ആരോപിച്ചോട്ടെ എന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. എന്തായാലും നിർമ്മല സീതാരാമന്റെ 7ാം ബജറ്റിൽ കേരളത്തിന് കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ 24,000 കോടിയുടെ പാക്കേജ്, സിൽവർ ലൈൻ, ഉയർന്ന GST വിഹിതം, എയിംസ്, റബ്ബറിന് 250 രൂപ താങ്ങുവില തുടങ്ങി സംസ്ഥാനത്തിന്റെ ഒട്ടേറെ പ്രതീക്ഷകൾ അതാണ് തകർന്നടിഞ്ഞത്. അതേസമയം കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പ്രതികരിച്ച് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നു. കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം നിരാശാജനകമാണെന്ന് ധനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ന്യായമായ ഒരു ആവശ്യം പോലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് തികച്ചും പ്രതിഷേധാർഹമായ സമീപനമാണ്. രാജ്യത്തിന്റെ ഭാവിയും വികസനവും ജനപുരോഗതിയും ലക്ഷ്യമിടേണ്ട ബജറ്റ് മോദി സർക്കാരിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയ ഗിമ്മിക്കാക്കി മാറ്റുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിന്റെ പൊതുവായതും സംസ്ഥാനങ്ങളെ ആകെ സംരക്ഷിക്കുന്നതുമായ പദ്ധതികളാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇത്തവണ ബജറ്റിൽ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണ്. NDA സഖ്യത്തിന്റെ ജീവൻ രക്ഷാ ബജറ്റ് എന്ന് വേണം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിനെ വിളിക്കേണ്ടതെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.